ഇവർ വിവാഹിതരായ ഇന്നത്തെ എപ്പിസോഡ്. വെല്ലിച്ച താഴെ ഒരു അൺനോൺ ലേഡി അജയോട് ഷൗട്ട് ചെയ്യുന്നു. അവളെ എത്രയും പെട്ടെന്ന് പിടികൂടി പണിഷ്മെന്റ് കൊടുക്കണം. അങ്ങനെ ഒരു ധിക്കാരിയോ? മോളെന്താ പ്രതികരിക്കാഞ്ഞ്? നീ ആരാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കുന്നത് നീ ആരാന്ന്. നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അത് തന്നെ തിരിച്ചു ചോദിക്കുന്നു. അത് കേട്ട് ആർക്കായാലും ദേഷ്യം വരത്തില്ലേ? അവളെ ഞാൻ തല്ലാൻ കൈപൊക്കി. അപ്പോൾ അവിടെ പഞ്ച് ഡയലോഗ് എൻ്റെ കൈ വെട്ടുവെന്ന്. അവളേതോ ടെററിസ്റ്റാ, വെല്ലിച്ചനോട് ഡീൽ ചെയ്യണം. പിന്നെന്താ എൻ്റെ അഞ്ജന മോളെ അവളെ തല്ലാനോ? അവിടെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. വാ. പിന്നെ കാണിക്കുന്ന അഭിരാമി പടി കയറി വരുന്ന സീനൊക്കെയാണ്. ദാ വെല്ലിച്ച അവള്. ആ മോളെ സാറെന്താ ഇവിടെ? ഇതാണ് എൻ്റെ വീട്. അപ്പോൾ CA സാറ് അതെൻ്റെ സഹോദരിയുടെ മകനാ. അല്ല മോളെന്താ ഇവിടെ? നിവേദ്യത്തിനുള്ള പലഹാരം കൊണ്ടുവന്നെയാ. അല്ല ഹോഫി ഹൗസ് എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഭൂമിജ എന്നല്ലേ ഫുൾ നെയിം? അതെ. PSC എഴുതിയോ? പിന്നെ ക്രിമിനോളജിക്ക് വേക്കൻസി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. പഠിക്കാനുള്ള മൂഡൊന്നും ഇല്ലേ? അച്ഛൻ അസുഖമായി, അതൊക്കെ മാറുമെന്നേ. ഭൂമി വളരെ ബ്രില്യൻ്റാ. പഠിക്കാൻ കുറച്ച് സമയം മാറ്റിവെക്ക്. ഞാൻ പറഞ്ഞ അനുസരിക്കാം, അനുഗ്രഹിക്കണം. മോള് ചെല്ല്. അഞ്ജന ദേഷ്യപ്പെട്ടു പോകുന്നു. അകത്തേക്ക് ചെല്ല്. അങ്കിളേന്നോ? പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ഞാൻ അഡ്വക്കേറ്റ്. അതെ, ഈ വീട്ടിലൊരു സ്ട്രേഞ്ചർ കയറിയിട്ടുണ്ട്. അവളെ പുറത്ത് വിടണം. അവളെ ഞാൻ ഇറക്കി വിട്ടിരിക്കും. അതിനുള്ള വകുപ്പ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. എന്തിയെ ഡോ നിൽക്കുന്ന? ഹലോ ഭൂമിയ, ഹൗ ആർ യു? ഐ എം ഫൈൻ. പഴയ തരികിട പരിപാടിയൊക്കെ ഉണ്ടോ? തരികിടയൊക്കെ കാണുമ്പോൾ അതും എന്നെ ഉദ്ദേശിച്ചാണോ? അത് തരികിടകൾക്ക് മനസ്സിലാവും. സാറ് ജെന്റിൽമാൻ അല്ലേ? താങ്ക് യു. അപ്പം ശരിയേ, അവിടെ നിൽക്ക്. അങ്കിളെന്ന് വിളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഓക്കെ ബ്രദർ. അവളെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അജയായിട്ട് അവൾക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടോ? ഞാനതാ പറയാൻ വന്നത്. വക്കീലിന് നട്ടാക്കുരുക്കാത്ത നുണ പറഞ്ഞാലേ കുഴപ്പമൊന്നുമില്ല. എന്താണ് ആലോചിക്കുന്നത്? ഞാനത് എങ്ങനെ പറയും? എന്തായാലും എനിക്കറിയണം. അജയും ഭൂമിയും തമ്മിൽ ലവ് അഫെയർ ഉണ്ട്. അവരെ രണ്ടുപേരെ വേർപിരിക്കാൻ പറ്റാത്ത ബന്ധമാണ് അവർക്കിടയിൽ. എന്തോ? ഞാൻ വരുന്നു. ഞാൻ പോയിട്ട് വരട്ടെ ഇപ്പം. ആ ഭൂമി വന്നോ? മേഡം എന്ന് വിളിക്കണ്ട, ആൻറ്റിന്ന് വിളിച്ചാൽ മതി. സമർപ്പിക്കാനുള്ള പ്രസാദം ദാ കൊണ്ടുവന്നു. ക്ഷേത്രത്തിൽ നിവേദിക്കാൻ കിട്ടിയ പായസത്തിനൊക്കെ എന്താ ടേസ്റ്റ്? താങ്ക് യു. ഏത് ഭഗവാനാണ് ഇതൊക്കെ ഇഷ്ടപ്പെടാത്തത്? ഇത്ര ചെറുപ്രായത്തിൽ ഇതൊക്കെ പഠിച്ചല്ലോ. സോറി, ചെറിയൊരു ബോട്ടിലെടുക്കാൻ മറന്നുപോയി. സാരമില്ല, അച്ഛൻ കൊണ്ടുവരും. ഈ വീട്ടിൽ ആദ്യമായിട്ട് വരുവാണല്ലേ? ഞാൻ പക്ഷേ സ്വപ്നത്തിൽ എവിടെയോ കണ്ട പോലെ. അമ്മേ, ആ പലഹാര കച്ചവടക്കാരിക്ക് എന്തിനാ ഈ വീട്ടിലുള്ളവരോട് ഇത്ര അറ്റാച്ച്മെൻറ്റ്? വല്ലിച്ചനോടും അപ്പച്ചിയോടും അവളങ്ങ് ഒലിപ്പിക്കുന്നു. അപ്പോഴത്തേനും മുത്തശ്ശി വരുന്നു. ഭവാനി, ഇവളിന്ന് സാരി ഉടുത്ത് വരണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? അനുസരിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? മക്കളും കൊച്ചുമക്കളും ഒക്കെ പറയുന്നത് പോലെ ഞാൻ ഇനി ജീവിക്കണമെന്നാണോ? കൊള്ളാം അമ്മ, അവൾക്ക് സമയം കിട്ടിയില്ല. അതാ അവൾ ഉറങ്ങിപ്പോയി. അതാ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഇവിടെ തന്നെ താമസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ല, ഭൂമി എപ്പോൾ വന്നു? കുറച്ച് സമയമായി മുത്തശ്ശിയുടെ കാല് തൊട്ട് വണങ്ങുന്നു. ദേവി അനുഗ്രഹിക്കട്ടെ. എല്ലാം ശരിയാവും. കണ്ടില്ലേ അമ്മ അവളെ കൊഞ്ചിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സാരി ഉടുത്ത് വരാൻ? എന്നെ കൊണ്ടൊന്നും വയ്യ. അമ്മ, ഈ ഭൂമി പറയാന്നേ നമ്മുടെ വീട് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്ന്. നമ്മുടെ അനുവാദമില്ലാതെ ഈ സ്വപ്നത്തിൽ ഈ വീട് കണ്ട കേസ് ഞാൻ കൊടുക്കും. മുത്തശ്ശി അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. ശരിയല്ലേ? പൂജ ആരംഭിക്കായിരുന്നു. ഭൂമി, നീ ഈ പൂജയ്ക്ക് ചേർന്നോ? ഇത് കുടുംബ പൂജയല്ലേ മുത്തശ്ശി? കുടുംബത്തിലെ മെമ്പർഷിപ്പ് ഞാൻ തരാം. അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ഛനെ ഒന്ന് നോക്കട്ടെ. ഭൂമി, അച്ഛനും മോളും ഒക്കെ പൂജയും കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകാമോ? അച്ഛൻ എന്താ വൈകുന്നത്? അച്ഛനെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നോ? അച്ഛന് വയ്യാതിരിക്കുമല്ലായിരുന്നോ? മണ്ടത്തരമായി പോയി. ഹലോ അമ്മേ, അച്ഛൻ ഇവിടെ എത്തിയില്ലേ? ഇവിടുന്ന് പുറപ്പെട്ടിട്ട് കുറേ സമയമായല്ലോ. അച്ഛൻ അങ്ങ് എത്തിക്കോളും, നീ പേടിക്കണ്ട. അമ്മേ, അജയ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നീ ചെല്ല്, അവൻ്റെ അടുത്ത് പോയിരിക്ക്. ചെല്ല്, പറയുന്ന കേൾക്ക്. അഞ്ജന വരുമ്പോഴത്തേന് വക്കീൽ എണീറ്റ് കൊടുക്കുന്നു. എന്തിനാണോ നീ എണീറ്റ് കൊടുത്തത്? നിന്റെ ഗുഡ് ബി വരുമ്പോൾ എണീറ്റ് കൊടുക്കണ്ടായോ? നിന്റെ ഗുഡ് ബി ഞാൻ കേടാക്ക്. എന്ത്? നിന്റെ തടി ഞാൻ കേടാക്കുമെന്ന്. രണ്ടുപേരും ചന്ദനം തൊട്ടോളൂ, കത്തിച്ചോളൂ വിളക്ക്. പൂജാ സാധനങ്ങൾ അതാത് ക്രമത്തിൽ വേണം. ശരി തിരുമേനി. ഹാരം വേണം. ദാ തിരുമേനി. ഒന്നല്ലല്ലോ വേണ്ടേ, 2 എണ്ണമല്ലയോ വേണ്ടത്? ദാണ്ടേ. ഇനി രണ്ടുപേരും പരസ്പരം ചാർത്തിക്കോ. ഇനി കർപ്പൂരം. എന്താ ശോഭ, ഇതൊക്കെ നേരത്തെ എടുത്ത് വെക്കണ്ടായോ? ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ആൻറ്റി, ചേച്ചി ഒറ്റയ്ക്കല്ലേ? ഞാൻ കൂടി ഹെൽപ്പ് ചെയ്യാം. അഞ്ജന പിടിച്ച് അഭിയെ പിടിച്ചിരുത്തുന്നു. അഭിരാമി പറഞ്ഞു, ചേച്ചി വാ, നമുക്കെടുക്കാം. വഴി തെറ്റിയില്ല, കൃത്യം.